ദൈവം നമുക്കെല്ലാവർക്കും ഒരനുഗ്രഹം തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് അത് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇതേ അനുഗ്രഹം തന്നെ നമുക്കൊരു ശാപം പോലെ ആയിരിക്കും. എന്താണെന്നല്ലേ? നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. മനസ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, നമ്മുടെ മൈൻഡ്. കാരണം നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ്. നിങ്ങളെ വേണമെങ്കിൽ അത് വലിയ ഒരു നിലയിലെത്തിക്കാനും ഇതേ മൈൻഡ് നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കഷ്ടതകൾ നിറഞ്ഞൊരു ജീവിതം തരുവാൻ സഹായിക്കും എന്നല്ല, ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തിനെ എത്തിച്ചേർക്കും. കാരണം നമ്മുടെ മൈൻഡിന് അത്ര പവർഫുള്ളാണ്. നമ്മളുടെ മൈൻഡിന്റെ പവർ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യം നിഷ്പ്രയാസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. നമ്മൾ മനുഷ്യർക്ക് നമ്മളുടെ മനസ്സിന്റെ പവർ മനസ്സിലാക്കി ആ ഒരു മനസ്സിനെ കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു കാര്യവും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഹെലൻ ഹഡ്സൺ. ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് US-ലുള്ള ഒരു ഹൗസ് വൈഫാണ്. ഇവർ ഈ മൈൻഡ് ട്രെയിൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം അവർ എടുക്കുന്ന എല്ലാ ലോട്ടറിയും ജാക്ക്പോട്ടുകളും അവർ തന്നെയാണ് വിൻ ചെയ്യുന്നത്. അവർ ഏത് കോൺടെസ്റ്റിൽ പങ്കെടുത്താലും അവരായിരുന്നു വിജയി. അവർ വീട് അച്ചീവ് ചെയ്തു. അവർ ഒരുപാട് ലോട്ടറി ജാക്ക്പോട്ട്സുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഒരു കാലം വന്നപ്പോൾ പെപ്സിയുടെ എന്തോ ഒരു കോമ്പറ്റീഷനും അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഒരു കാലമായപ്പോഴത്തേക്ക് ഇവർ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കോമ്പറ്റീഷനിലും ആളുകൾക്ക് മനസ്സിലായി ഇവർ തന്നെയായിരിക്കും നേടുന്നതെന്ന്. ഇവർ അത്രയ്ക്ക് മൈൻഡ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തത് കൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് ചിലർ വരും ക്ലാസ്സിന് 1 മാസം 2 മാസം പ്രാക്ടീസ് ചെയ്തിട്ട് അത് നിർത്തിപ്പോകും. ഇത് നമ്മളുടെ ഒരു ലൈഫിന്റെ പാർട്ടാക്കുകയാണ് വേണ്ടത്. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഹയർ ഫ്രീക്വൻസിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം അച്ചീവ് ചെയ്യാൻ കഴിയും. ഇപ്പൊ എഴുതി വെക്കുന്ന കുറച്ച് ഗോളുകളല്ലാതെ നിങ്ങളുടെ ലൈഫിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്കെല്ലാം ഗോളുകൾ മാറി മാറി വരും. ആ ഗോളുകളെല്ലാം തന്നെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് നിരവധി ആളുകളെ ഈ മൈൻഡ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തത് കൊണ്ട് തന്നെ അവരുടെ പല പല അസുഖങ്ങളിൽ നിന്നും മുക്തി നേടി അവരുടെ ഹെൽത്ത് ഹീൽ ചെയ്തിട്ടുണ്ട്, റിലേഷൻഷിപ്പിലെ ഇഷ്യൂസിനെ സോൾവ് ചെയ്തിട്ടുണ്ട്, ഫിനാൻഷ്യലി അവരെ സ്റ്റേബിൾ ആക്കിയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട കരിയർ നേടിയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട പാർട്ട്ണറെ നേടിയിട്ടുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ ആളുകൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. ഒരു 1950s എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 പറച്ചിലുണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ മാത്രം ലക്കിയായിരുന്നു. ഇങ്ങനെ ലക്കി ആകുന്ന ആളുകൾ മാത്രമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ആളുകൾ മാത്രമാണ് അവരുടെ ലൈഫിൽ ഓരോന്ന് അച്ചീവ് ചെയ്യുന്നത്, അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതൊക്കെ അന്നത്തെ കാലത്തൊരു ചിന്താഗതിയായിരുന്നു. അതേസമയം സിൽവ മെത്തേഡ്സ് ഒക്കെ അറിയാലോ. ആ വ്യക്തി സിൽവ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം വളരെ ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം കുറച്ച് പേർക്ക് മാത്രമായിട്ട് ദൈവം അങ്ങനെ ലക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭാഗ്യം കൊടുക്കും. ദൈവം എല്ലാവരെയും ഒരേപോലെ അല്ലേ ട്രീറ്റ് ചെയ്യുന്നത്. എല്ലാവരും ദൈവത്തിന് ഒരേപോലെയാണ് അല്ലേ? നമ്മൾക്ക് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ബുദ്ധിയും ഒരേ അളവിലുള്ള ബുദ്ധിയുമാണ് കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ഇരിക്കും നമ്മളുടെ ആ ഒരു ഓർമ്മശക്തി അല്ലെങ്കിൽ ബുദ്ധി. നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്തല്ലേ, എല്ലാ കുട്ടികൾക്കും ഒരേ രീതിയിലുള്ള മെന്റൽ കപ്പാസിറ്റി ആണുള്ളത്. നമ്മളത് എത്രത്തോളം യൂസ് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് നമ്മളുടെ ആ ഒരു ബുദ്ധി അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ അന്ന് സിൽവ ഒരു $500,000 ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട്, അന്നത്തെ കാലത്ത് അത്ര വലിയ തുകയൊക്കെ സ്പെൻഡ് ചെയ്ത് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത അദ്ദേഹം തന്നെ നല്ലൊരു മൈൻഡ് പ്രോഗ്രാമിംഗ് മെത്തേഡൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു അന്നത്തെ കണ്ടുപിടുത്തത്തിൽ നിന്ന് നമ്മളുടെ മൈൻഡിന് അല്ലെങ്കിൽ ബ്രെയിനിന് പല രീതിയിലുള്ള ഫ്രീക്വൻസികളുണ്ട്. നമ്മളിപ്പോൾ ദേഷ്യത്തിലും വഴക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളുടെ ഗാമ ഫ്രീക്വൻസിയാണ് വരുന്നത്. ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിനും ബ്രെയിനും ഒക്കെ തന്നെ നാശം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഫ്രീക്വൻസിയാണ്. അതിനാണ് നമ്മൾ പണ്ടുള്ളത് പറയുന്നത്, നമ്മൾ എത്രത്തോളം ദേഷ്യപ്പെടുന്നു അതിന്റെ ദോഷം നമുക്ക് തന്നെയാണ്. നമ്മൾ ദേഷ്യപ്പെടുന്ന വ്യക്തിക്കല്ല, നമ്മൾ ദേഷ്യപ്പെടുന്നത് നമ്മളുടെ ആരോഗ്യത്തിനാണ് അത് കേടുവരുത്തുന്നത് എന്നുള്ളത്. സെക്കൻഡ് എന്ന് പറയുന്നത് ബീറ്റ ഫ്രീക്വൻസി എന്നുള്ളത് നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനാണ്. ഈ ഒരു ബീറ്റ ഫ്രീക്വൻസി നമ്മുടെ മൈൻഡ് ഏറ്റവും കൂടുതൽ ഈ ബീറ്റ ഫ്രീക്വൻസിയിലായിരിക്കും. ആൽഫ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസിയാണ് ഈ ആൽഫ ഫ്രീക്വൻസി. ഈ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മളുടെ പ്രോബ്ലം സോൾവിങ്ങിന്, നമ്മളുടെ നല്ല രീതിയിലുള്ള തിങ്കിങ്ങിന്, കറക്റ്റായ രീതിയിലുള്ള വിഷ്വലൈസേഷൻ ചെയ്യുന്നതിനൊക്കെ ഈ ആൽഫ ഫ്രീക്വൻസി വളരെ ഹെൽപ്പ് ചെയ്യണം. നിങ്ങളൊരു ആൽഫ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ എത്തിച്ചിട്ട് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വളരെ ഈസി ആയിട്ട്, ചിലപ്പോൾ ഒരു സെക്കൻഡിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ നടക്കില്ലേ,
ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു മൈൻഡ് ആൽഫ ഫ്രീക്വൻസിയിലായിരുന്നിരിക്കാം. ആൽഫ ഫ്രീക്വൻസിയിൽ നിങ്ങൾ ആ ഒരു വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഒരു കാര്യത്തെ ചിന്തിച്ചാൽ മതി, അത് പെട്ടെന്ന് നടന്നു കിട്ടും. ഈ ആൽഫ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നിങ്ങൾ ഈ കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുമ്പും ഉണർന്ന് എഴുന്നേൽക്കുന്ന ആ ഒരു സമയത്തുമായിരിക്കും ഏറ്റവും കൂടുതലായിട്ടുള്ളത്. സിൽവ ഈ ഒരു മെത്തേഡൊക്കെ കണ്ടുപിടിച്ച് വന്നപ്പോൾ തന്നെ ഒരുപാട് ക്രിറ്റിസിസം നേരിടേണ്ടി വന്നു. അത് എപ്പോഴും ഉള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തെ ഈ ലോകത്ത് ആരെങ്കിലും കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് തന്നെ അതിന് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞ ആളുകൾ വരും. ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നെന്ന് ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നത് 10 പേരുടെ അടുത്ത് പറഞ്ഞാൽ 9 പേരും പറയുന്നതൊക്കെ പൊട്ടത്തരമാണ്, ഇതിലൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത്. പക്ഷെ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടായിരുന്നു, നിങ്ങൾ എപ്പോഴാണോ കറക്റ്റ് പാതയിലോട്ട് പോകുന്നത് ആ സമയത്തായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒബ്ജക്ഷൻസ് അല്ലെങ്കിൽ ഒരു തടസ്സമായിട്ട് പല രീതിയിലും പല ആളുകളായിട്ടും വരുന്നത്. അപ്പൊ ഈ പറയുന്ന ആളുകളൊന്നും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ പറയുന്ന ആളുകൾ അവരുടെ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഒന്നും അച്ചീവ് ചെയ്യാതിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ അടുത്ത് ഇതൊക്കെ പൊട്ടത്തരാന്ന് പറയുമ്പോൾ അവിടെ തന്നെ മനസ്സിലാക്കുക ഇതിലൊക്കെ എന്തൊക്കെയോ കാര്യമുണ്ട്. അവർക്ക് അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അത് അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് അവർ പറയുന്നത് പൊട്ടത്തരമാണെന്ന്. അതുപോലെ തന്നെ അന്നത്തെ കാലത്തുള്ള ഡോക്ടർ ഹാൻ എന്ന് പറയുന്ന വ്യക്തി സിൽവയുടെ ഈ മെത്തേഡിനെയൊക്കെ വളരെയധികം രീതി ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. അപ്പോൾ സിൽവ എന്ന് പറയുന്നത് അന്ന് അദ്ദേഹത്തിന് നല്ല റേഡിയോ കമ്പനിയൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നത് കൊണ്ട് തന്നെ ഈ ക്ലാസ്സസ് ഒക്കെ തന്നെ ചീപ്പായ രീതിയിലായിരുന്നു കൊടുത്തിരുന്നത്. അതാണ് അവരെ അതായിരുന്നു അവരെ ട്രിഗർ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഡോക്ടർ ഹാനിനോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ സ്റ്റുഡൻസിനെയൊക്കെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കുക, അവരവരുടെ ആൽഫ ഫ്രീക്വൻസിയിലേക്ക് അവരുടെ മൈൻഡിനെ എത്തിക്കുന്നുണ്ടോ എന്നുള്ളത്. ഈ ഒരു മെത്തേഡാണ് സത്യത്തിൽ സിൽവ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ലോകത്തിനായിട്ട് അന്ന് തന്നത്, നമുക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ അദ്ദേഹം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാ സ്റ്റുഡൻസും ആൽഫ ലെവലിലേക്ക് തന്നെയാണ് പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു, ഇവരൊക്കെ ഓൾറെഡി ജനിച്ചപ്പോഴേ ഈ ഒരു കഴിവുകളുള്ള, ഞാനിങ്ങനെ പറഞ്ഞില്ലേ ലക്കിയാണെന്നൊക്കെ അന്നത്തെ കാലത്ത് വിശ്വസിക്കുന്നു, അങ്ങനെയുള്ള ആളുകളെയാണ് നിങ്ങൾ എടുത്തിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, സിൽവിയ പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എനിക്ക് സബ്ജക്റ്റിനെ തരും, സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പരീക്ഷിക്കാനുള്ള അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ നിങ്ങൾ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഹാൻ കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്ത് കൊടുത്തു. വളരെ ഹാർഡായിട്ടുള്ള ആൾക്കാരെയാണ് അദ്ദേഹം കൊടുത്തത്. പക്ഷേ സിൽവയുടെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ ടെസ്റ്റ് ചെയ്തപ്പം ഡോക്ടർ ഹാനിന് മനസ്സിലായി ഇവരെല്ലാം ആൽഫ ലെവൽ, അതായത് നമ്മൾ കോൺഷ്യസ് ആയിരിക്കുമ്പോൾ ആൽഫ ഫ്രീക്വൻസിയിലേക്ക് അവരുടെ മൈൻഡിനെ കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉള്ളവരായി മാറിയിരിക്കുന്നു. നമുക്കെല്ലാം ആൽഫ ഫ്രീക്വൻസി ഉണ്ട്. നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപിട്ട് നമ്മൾ ഉണർന്ന് അങ്ങോട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, അതിനാണ് നമ്മൾ മാനിഫെസ്റ്റേഷനിൽ പറയുന്നത്, ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പിട്ട് നിങ്ങളുടെ ഗോളുകൾ അല്ലെങ്കിൽ നല്ല അഫർമേഷൻസ് കൊടുത്തിട്ട് ഉറങ്ങുക, എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾ നല്ല അഫർമേഷൻസ് കൊടുത്തുകൊണ്ട് തന്നെ എഴുന്നേൽക്കുക എന്നുള്ളത്. ഇതൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിയറി അല്ലെങ്കിൽ ഫേക്കോ അങ്ങനെ ഒന്നുമല്ല, ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. ഇതൊക്കെ ഒരു ന്യൂറോ സയൻസ് ആണ് ആക്ച്വലി നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ന്യൂറോൺസിനെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ. നമ്മൾ നമ്മുടെ ബ്രെയിനെ എത്രത്തോളം ട്രെയിൻ ചെയ്യുന്നു ആ രീതിയിലാണ് നമ്മുടെ ബ്രെയിൻ ആ ഒരു ഫ്രീക്വൻസി പുറപ്പെടുവിക്കുന്നത്. ആ ഒരു ബ്രെയിൻ ആ ഒരു അച്ചീവ് ചെയ്തത്. ഇപ്പം ഒരു രീതിയിൽ ഒരു ജനിക്കുന്ന ഒരു കുട്ടി ഉടനെ ഒരു ഫുട്ബോൾ പ്ലെയർ ഒന്നും ആകുന്നില്ല. നമ്മൾ ട്രെയിൻ ചെയ്തിട്ടാണ് അവർ ആ നല്ലൊരു ലെവലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു കാര്യവും അച്ചീവ് ചെയ്യുവാനായിട്ട് ഞാൻ കൊണ്ടുവരികയാണ് അൾട്രാ മൈൻഡ് ട്രെയിനിങ് പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് 28 ഡേയ്സ് അല്ല വരുന്നത്, 40 ഡേയ്സിനുള്ള പ്രോഗ്രാമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മൈൻഡിനെ എങ്ങനെ ആൽഫ ഫ്രീക്വൻസിയിലേക്ക് എത്തിക്കാമെന്നും ആ ഒരു ആൽഫ ഫ്രീക്വൻസി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിലെ ഗോളുകളെല്ലാം എങ്ങനെ അച്ചീവ് ചെയ്യാമെന്നുള്ളതിൻ്റെ ക്ലാസ്സസ് മാത്രമല്ല, വിത്ത് പ്രൂവൺ ടെക്നിക്കുകളുമുണ്ട്. അതിൻ്റെ എല്ലാ സംശയ നിവാരണങ്ങളുമുണ്ട്. ഈ ഒരു 40 ദിവസം എന്ന് പറയുന്നത് 40 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു 1 മന്ത് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസിനും അതേപോലെ തന്നെ അസിസ്റ്റൻസിനും ഞാനിവിടെ അവൈലബിൾ ആയിരിക്കും. അതേപോലെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ, അത് എങ്ങനെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം എന്നുള്ളത് ഒക്കെ തന്നെ, അതും നിങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങളുടെ മിസ്റ്റേക്കുകളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുവാനൊക്കെ ഒരു മെൻറ്ററായിട്ട് തന്നെ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുവാനായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയുവാനും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക് യു. എല്ലാവരും നിങ്ങളുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്തുകൊണ്ട് റീപ്രോഗ്രാം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മൈൻഡിനെ ട്യൂൺ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നേടിയെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കോച്ച് അഞ്ജലി. താങ്ക് യു. ബൈ.